ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു യുണൈറ്റഡ് സെൻട്രൽ. വൺ മോർ വീഡിയോ ബിഫോർ ദി ഫൈനൽ. ഹൗ ആർ യു ഗൈസ് ഫീലിംഗ്? കാരണം ഇനി മണിക്കൂറുകൾ മാത്രമേ ഫൈനലിലേക്ക് ഉള്ളൂ. ഇന്നലെ വരെ പോസിറ്റീവ് ആയിരുന്നെങ്കിൽ ഇന്നത്തെ ദിവസത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ടെൻഷൻ, നെർവസ്. നിങ്ങൾ ആർക്കെങ്കിലും ടെൻഷൻ ഉണ്ടോ ഗൈസ്? കാരണം എന്നെ സംബന്ധിച്ച് ലിറ്റിൽ ബിറ്റ് ഓഫ് ടെൻസ്ഡ്. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ യൂറോപ്പ ലീഗ് ഫൈനലിൽ VRL-നെതിരെ നടന്ന സംഭവങ്ങളെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കിയപ്പോഴാണ് അതൊരു ട്രാജഡി ആയിരുന്നു. കുറേ ദിവസങ്ങളിലേക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൈൻഡ് കംപ്ലീറ്റ്ലി ഔട്ടായി എന്നുള്ളതാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സംഭവിച്ചത്. അപ്പോൾ അതിൻ്റെ ഗ്ലിംസസ് ഒക്കെ ഒന്ന് ശരിക്കും പറഞ്ഞാൽ ഇന്നൊന്ന് ആലോചിച്ച് നോക്കി എന്നുള്ളതാണ്. എന്തായാലും ഇന്നത്തെ ദിവസത്തേക്ക് വരുമ്പോൾ വാട്ട് കുഡ് പോസിബിളി ഗോ റോങ്? ഒരുപാട് കാര്യങ്ങൾ മോശമായി പോവാം. നമ്പർ 1 ഫാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ആരുമല്ല, ഒനാനയാണ്. ഒനാനേനെ നമുക്ക് എല്ലാവർക്കും പേടിയാണ്. ഇപ്പോൾ കാര്യം ഒനാനയ്ക്ക് കഴിവൊന്നുമില്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ യൂറോപ്യൻ മത്സരത്തിലേക്ക് വന്ന് കഴിയുമ്പോൾ നമ്മളെല്ലാവരും ഒനാനനെ പേടിക്കണം. കാരണം നമ്മൾ പലപ്പോഴും ഒനാന കാരണം പണി കിട്ടിയിട്ടുണ്ട്. ഈ സീസണിലും പണി കിട്ടിയിട്ടുണ്ട്, കഴിഞ്ഞ സീസണിലും പണി കിട്ടിയിട്ടുണ്ട്. ഇനി ഫൈനലിലേക്കും കൂടി പ്ലീസ് ദയവ് ചെയ്ത് ഒനാന ഡോണ്ട് ഫംബിൾ ദിസ് ബ്രോ. എങ്ങനെയെങ്കിലും ജയിപ്പിക്കണം. അന്ന് നമ്മൾ ഇന്ററിനെതിരെയുള്ള പ്രകടനം കണ്ടിട്ടാണ്, ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ മാൻ സിറ്റി വേഴ്സസ് ഇന്റർ മത്സരത്തിലുള്ള പ്രകടനം കണ്ടിട്ടാണ് നമ്മൾ ഒനാനയ്ക്ക് വേണ്ടി നമ്മൾ ട്രൈ ചെയ്ത് ഒനാനയെ കൊണ്ടുവന്നു. അപ്പോൾ എന്ന് പറയുന്ന പോലത്തെ ഒരു മാസ്റ്റർ ക്ലാസ് ഇന്ന് ഒനാനയുടെ ഭാഗത്തുനിന്ന് വേണം. പ്ലീസ് ഡോണ്ട് ഫംബിൾ ദിസ്. അതുപോലെ തന്നെ റെഡ് കാർഡോ കാർഡൊന്നും ആരും മേടിക്കരുത്. തുടക്കം തന്നെ കഴിഞ്ഞ മത്സരത്തിൽ ടോട്ടനമായിട്ട് തന്നെ നമ്മൾ തോറ്റ മത്സരമുണ്ടല്ലോ 3-0, ആ മത്സരത്തിൽ നമ്മൾ റെഡ് കാർഡ് മേടിച്ചിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഈ മത്സരത്തിലേക്ക് വരുമ്പോൾ ഒരിക്കലും ഉണ്ടാവരുത്. നമ്മൾ ബുദ്ധിപരമായിട്ട് വേണം കളിക്കാൻ, തന്ത്രപരമായിട്ട്. തുടക്കം തരുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ അറ്റാക്ക് ചെയ്ത് തന്നെ കളിക്കണം. കാരണം അവരുടെ ഹൈ ലൈനെ നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്യണം. അവർ നന്നായിട്ട് പൊസിഷൻ കീപ്പ് ചെയ്യുന്നൊരു ടീമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവന്മാരെ മാൻ ടു മാൻ പോയി ഇടിച്ച് നിൽക്കണം. ഇടിച്ച് നിന്ന് നമ്മൾ ബോൾ വിൻ ചെയ്ത് ബോൾ ഫ്രണ്ടിലേക്ക് കൊണ്ടുപോയി നമ്മൾ പെട്ടെന്ന് തന്നെ ലീഡ് എടുക്കണം എന്നുള്ളതാണ്. ആദ്യത്തെ ഒരു 10-30 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്കൊരു 1-0 ലീഡ് കയറാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു ചാൻസ് ഉണ്ട്. അതേസമയം തന്നെ നേരെ തിരിച്ചാണെങ്കിൽ നമുക്ക് പണിയായിരിക്കും. കാരണം ഡിഫെൻസീവിൽ ഒരു അത്യാവശ്യം നല്ല പ്ലേയേഴ്സ് അവിടെ ഉണ്ട്. അപ്പോൾ അത് മാത്രമല്ല, നമുക്ക് ഈ ഡെഡ് ലോക്കൊക്കെ ബ്രേക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതും വലിയൊരു ചോദ്യമാണ്. ആ സമയത്ത് ചിലപ്പോൾ കസമീറോ എന്തെങ്കിലും മാജിക് കാണിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ വി ഹാവ് ടു ബി ഇൻ ഇറ്റ്. ആദ്യത്തെ മിനിറ്റ് തൊട്ട് നമ്മൾ ശക്തമായിട്ട് കളിക്കണം. നമ്മൾ ഫുൾ എനർജിയിൽ നമ്മുടെ പ്ലേയേഴ്സ് 100% ഈ കളിയിലേക്ക് ഔട്ട്പുട്ട് ഇട്ട് കളിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് തന്നെ അവർക്കെതിരെ ഒരു ഗോൾ അടിക്കുകയാണെങ്കിൽ മിക്കവാറും അവരുടെ മെൻറ്റാലിറ്റി തകരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന പോലെ വീണ്ടും ഒരു സെക്കൻഡ് ഗോൾ എടുത്തിട്ട് നമുക്ക് കളി ഔട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് വിശ്വസിക്കുന്നത്. അതുപോലെ കിട്ടിയ ചാൻസ് എടുക്കുക, മിസ് ചെയ്യാൻ നിൽക്കരുത്. അതുപോലെ തന്നെ മാനത്തേക്ക് അടിച്ച് കളയരുത്. കിട്ടിയ ചാൻസ് പോയി നമ്മൾ അടിക്കുക, എന്നിട്ട് ബുദ്ധിപരമായിട്ട് പ്രൊഫഷണലായിട്ട് കളിക്കുക. സ്പേഴ്സാണ്, അപ്പോൾ അതുകൊണ്ട് അവരിങ്ങനെയാണ് അല്ലെങ്കിൽ അവർ ബോട്ടിൽ ചെയ്യും, അങ്ങനെയൊന്നും നമ്മൾ കരുതരുത്. സ്പേഴ്സിനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുക. ഓപ്പോസിറ്റ് നിൽക്കുന്ന റയൽ മാഡ്രിഡ് ആണെന്ന് കരുതിയിട്ട് വേണം നമ്മൾ ഫൈനലിലേക്ക് അപ്രോച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ ആ ഒരു മൈൻഡിൽ നമ്മൾ ഈ മത്സരത്തെ അപ്രോച്ച് ചെയ്യുക. 100% പ്രൊഫഷണലായിട്ട് ഗെറ്റ് ദ ജോബ് ഡൺ ബോയ്സ്. അതാണ് നമുക്ക് ടീമിനോട് പറയാനുള്ള. ഗെറ്റ് ദ ജോബ് ഡൺ. അവിടെ പേടിക്കാനുള്ള കുറച്ച് പ്ലേയേഴ്സ് ഉണ്ട്. ഇപ്പോൾ സൊലാങ്കിയൊക്കെ ആണെങ്കിൽ നമുക്കെതിരെ വരുമ്പോൾ നല്ല കളിയാണ്. അതുപോലെ തന്നെ ബ്രണ്ടൻ ജോൺസണൊക്കെ ഈ സീസണിൽ 11 ഗോളും 3 അസിസ്റ്റ് നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ യൂറോപ്പ ലീഗിൽ 4 ഗോളും 1 അസിസ്റ്റ് നേടിയിട്ടുണ്ട്. നമ്മുടെ പ്ലേയേഴ്സിനേക്കാളൊക്കെ അല്ലെങ്കിൽ നമ്മുടെ അറ്റാക്കേഴ്സിനേക്കാളൊക്കെ ആക്ച്വലി ബെറ്റർ സ്റ്റാറ്റ്സ് ആണ് അവിടെയുള്ള അറ്റാക്കിംഗ് പ്ലേയേഴ്സിന്. മാത്രമല്ല, നമ്മൾ ഇന്നലത്തെ ലൈവിൽ മെൻഷൻ ചെയ്യുകയും ചെയ്തിരുന്നു, നമ്മളെക്കാൾ 20-ലധികം ഗോളുകൾ ലീഗിൽ കൂടുതൽ അടിച്ചിട്ടുള്ള ടീമാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഗോൾ സ്കോർ ചെയ്യാനറിയാം. അതുപോലെ തന്നെ ഗോൾ വഴങ്ങുകയും ചെയ്യുന്ന ഒരു ടീമാണ്. അപ്പോൾ അതിനെയാണ് നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്യേണ്ടത്. നമ്മൾ ഗോൾ അടിച്ച് തന്നെ നമുക്ക് ജയിക്കാൻ പറ്റുള്ളൂ. ഓവറായിട്ട് ഡിഫെൻസീവായിട്ടിരുന്നാൽ ചിലപ്പോൾ നമ്മൾ പണി മേടിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തുടക്കം തൊട്ട് തന്നെ അറ്റാക്ക് ചെയ്ത് കളിക്കുക എന്നുള്ളതാണ്. സ്ട്രൈക്ക് ഫസ്റ്റ്, സ്ട്രൈക്ക് ഹാർഡ്, ലെറ്റ്സ് ഡു ദിസ്. പൊരുതി തോറ്റാൽ പോട്ടെ എന്ന് വയ്ക്കാം. അതല്ലാതെ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് കാണിച്ച് പൊരുതാതെ തോറ്റ് കഴിഞ്ഞാൽ അതിന് യാതൊരു എക്സ്ക്യൂസ് ഇല്ല. ഓഫ് കോഴ്സ് ഫുട്ബോളാണ്. ഫൈൻ മാർജിൻസിൽ ചിലപ്പോൾ നമ്മൾ പൊട്ടാം. അങ്ങനെയും കൂടെ നമ്മൾ മൈൻഡ് റെഡിയാക്കി വയ്ക്കുക. പൊട്ടാനുള്ള എല്ലാ സാധ്യതയുണ്ട് എന്നുള്ളൊരു കാര്യം കൺസിഡർ ചെയ്ത് തന്നെ മൈൻഡ് റെഡിയാക്കി വയ്ക്കുക. ബിക്കോസ് ദാറ്റ്സ് ഫുട്ബോൾ, ദാറ്റ്സ് ഹൗ ലൈഫ് ഈസ്. പക്ഷേ പൊരുതി വേണം നമ്മൾ പൊട്ടാനായിട്ട്, പൊട്ടുകയാണെങ്കിൽ. അപ്പോൾ ഗായ്സ്, എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നുള്ള കാര്യം തീർച്ചയായും കമൻ്റ് ആയിട്ടിടുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.